അപ്പോൾ എല്ലാവർക്കും ചാമക്കാലം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സനയാന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വർക്ക്ഷോപ്പുകളും സ്പെയർ പാർട്സിൻ്റെ കടയൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റംസാൻ മാസമായി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് രാത്രി. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ പറയാറില്ല, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, അപ്പോൾ എല്ലാ കാഴ്ചകളും കാണാം കേട്ടോ. ഇത് ടയറിൻ്റെ കടയാണ്. ടയറ്, പിന്നെ അതുപോലെ ഓയിൽ ചേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു കടയാണിത്. ഈ കാണുന്നത് ഇതൊക്കെ ടയറിൻ്റെ ആണ്. ഇവിടെയൊക്കെ ടയർ കണ്ടോ, വലിയ കടയാണ് ടയർ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചെറിയ കടയൊന്നുമല്ല, വലിയ കടയാണ്. ഇവിടെ മൊത്തം നോക്കണില്ലേ, വലിയ ഷോപ്പാണ്. അത് ആ ഷോപ്പ് ഇവിടെയൊക്കെ ഏകദേശം എന്താ പറയുക, ഒക്കെ വലിയ വർക്ക്ഷോപ്പുകളല്ല. ഈ തെരുവുകൾ മൊത്തം വർക്ക്ഷോപ്പിൻ്റെ ഏരിയ. എവിടെ നോക്കിയാലും വർക്ക്ഷോപ്പ്. ഞാനിപ്പോൾ അപ്പുറത്തേക്ക് ഇറങ്ങുകയാലും വർക്ക്ഷോപ്പുകളാണ് ഈ കാണുന്നത് മുഴുവനും. മത്സരം വണ്ടി ഓട്ട മത്സരം അതാണ്. ഈ റോഡിൻ്റെ നടുക്കിൽ കൂടെ നടക്കുമ്പോൾ ഈ രണ്ട് സൈഡിലും കാണുന്നത് മുഴുവനും വർക്ക്ഷോപ്പുകൾ. ഇതാണ് ഇവിടെ കാണാനുള്ള കാഴ്ചകൾ. കണ്ടില്ലേ, ഇപ്പം സമയത്രേ 1 മണി ആവുന്നു, എന്നിട്ടും ഒറ്റ ഷോപ്പ് അടച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ നാട്ടിലും ഗൾഫിലും തമ്മിലുള്ള വ്യത്യാസം. നാട്ടിൽ ഈ സമയത്തൊക്കെ എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടോ, പക്ഷെ ഇവിടെ ഉറങ്ങൂല. 3 മണി കഴിയാതെ ഒരാളും ഇവിടെ ഉറങ്ങത്തില്ല. കണ്ടോ, ഇവിടെ ഒരുവിധമൊക്കെ അടച്ചുടങ്ങി. കാര്യം എന്താണെന്ന് വെച്ചാൽ പണി കുറവായിരിക്കും ചിലപ്പോൾ. റോഡ് സൈഡിലൊക്കെ അങ്ങനെ നിരന്ന് കിടക്കുന്ന വണ്ടികളെല്ലാം അതൊക്കെ ഈ ആൾക്കാർ പണിയാൻ വേണ്ടി പൈസ ഇല്ലാതാകുമ്പോൾ ഇവിടെ കളഞ്ഞിട്ട് പോകും. പിന്നെ ആരും അതിനെക്കുറിച്ച് അന്വേഷണമോ ഇല്ല, ഒന്നുമില്ല. ആരും എടുക്കാനും വരില്ല ഇവിടേക്ക്. അവിടെ ഒരു വണ്ടി എടുക്കണമെങ്കിൽ എന്ത് നല്ല വണ്ടിയാണ്.
ആ വണ്ടി ഒന്നും ഒരു മനുഷ്യനിഞ്ഞ് എടുക്കില്ല. അതിങ്ങനെ കിടന്ന് നശിച്ചു പോകും. ഇവിടെ കിടന്ന് കണ്ടില്ല ആ വണ്ടിയുടെ കോലം നോക്കിയേ. എത്ര നാളായി ഇങ്ങനെ കിടക്കണമെന്ന് അറിയാവോ? ഇതൊക്കെയാണ് എല്ലാ വർക്ക്ഷോപ്പും തുറന്നു വെച്ചിരിക്കുക. ഇവിടുത്തെ മൊത്തം വർക്ക്ഷോപ്പുകൾ ഇതണ്ട AC പണി എല്ലാം തുറന്നു വെച്ചിട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ വർക്ക്ഷോപ്പുകൾ. വണ്ടികളൊക്കെ ഉണ്ടാവും ഇവിടെ കിടക്കണമൊക്കെ. ഇതെല്ലാം ആൾക്കാർ പണിയാൻ കാശില്ലാതായപ്പോൾ ഇട്ടുണ്ടോ? ഇതാ അങ്ങനത്തെ വണ്ടികളാണ് ഇവിടെ. മൊത്തം വർക്ക്ഷോപ്പുകളാണ്. എല്ലാ വർക്ക്ഷോപ്പുകളും തുറന്ന് ഇരിക്കണ രാത്രി കാലങ്ങളിൽ. അതേപോലെ ഇതിവിടെ വർക്ക്ഷോപ്പുകൾ മാത്രമാണ്. എവിടെ നോക്കിയാലും വർക്ക്ഷോപ്പുകൾ ആണ്. ആ ലൈറ്റ് കാണുന്ന മൊത്തം വർക്ക്ഷോപ്പുകളാണ്. ഓരോരുത്തർ വന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ വർക്ക്ഷോപ്പുകൾ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഓരോടത്ത് ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വർക്ക്ഷോപ്പും കാണത്തില്ല, ഒന്നും കാണത്തില്ല. രാത്രി ആയി കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എവിടേക്ക് തിരിഞ്ഞാലും ഇത് കാണുന്ന ഈ ലൈറ്റ് കാണുന്ന മൊത്തം വർക്ക്ഷോപ്പുകളാണ്. രണ്ട് സൈഡിലും എല്ലായിടത്തും ഫുൾ ലൈറ്റ് വർക്ക്ഷോപ്പുകളാണ്. വണ്ടികൾ ഇങ്ങനെ പറന്ന് വരണം. അതുകൊണ്ടൊരു പേടിയുണ്ട് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ. ആണല്ലേ ഈ ഭാഗത്ത് മൊത്തം വർക്ക്ഷോപ്പുകളാണ്. ഈ ഭാഗത്തും മൊത്തം വർക്ക്ഷോപ്പുകൾ. ഇനി പോണത് ഞാൻ എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയർ പാർട്സുകൾ മാത്രം വിൽക്കണ ഒരു കടയിൽ തന്നെ. പഴയ മോഡൽ വണ്ടികളൊക്കെ എടുക്കണമെങ്കിൽ ഇതൊക്കെ വിൽക്കാനുള്ളതാണെന്ന് തോന്നണം. ഇതൊക്കെ ഇങ്ങനെ പണ്ടത്തെ മോഡൽ വണ്ടികൾ. അതൊക്കെ ആ 2 വീലറിന് ഒരാൾ പോകണുണ്ടല്ലോ, ഉണ്ടാവുമാരൊക്കെ പോണ സ്പീഡ് നോക്കിയാൽ. അതുപോലെ ഇനി പോണത് സ്പെയർ പാർട്സ്. എവിടെ നോക്കിയാലും സ്പെയർ പാർട്സ് കട മാത്രമുള്ള ഒരു ഏരിയയിലേക്കാണ് ഇനി പോണത്. ഇവിടെ നിന്ന് അങ്ങറ്റം വരെ കാണുന്ന ലൈറ്റ് ഫുള്ളായിട്ട് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം സ്പെയർ പാർട്സ്, ഓയിൽ, അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കണ കടകളാണ്. ഇവിടെ നിന്ന് അറ്റം വരെ നടന്നു കഴിഞ്ഞാലും മൊത്തം സ്പെയർ പാർട്സൊക്കെ വിൽക്കുന്ന കടകളാണ് ഇത് മൊത്തം ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ വണ്ടി പണിക്ക് കൊണ്ടുവന്നാൽ പോലും സ്പെയർ പാർട്സിനൊന്നും ഒരു പഞ്ഞവുമില്ല. എത്ര രാത്രിയായാലും ഇവിടെ സംഭവം കിട്ടും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇത് മൊത്തം സ്പെയർ പാർട്സാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു വലിയൊരു ഹൈവേ പോകുന്നുണ്ട് കേട്ടോ. ഈ ഹൈവേയിൽ ഭയങ്കര തിരക്കാണ് എപ്പോൾ നോക്കിയാലും. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ കണ്ടോ അറ്റം വരെ. ഇത് നടന്നാലൊന്നും തീരില്ല, അതേപോലത്തെ ഏരിയയാണ്. അത്രയും ഏരിയ ഉണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. വണ്ടികളും പോകുന്നുണ്ട് റോട്ടിൽ കൂടെ. അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം ഇനി ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ ബാക്കിലുള്ളതും കൂടി കാണിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതുപോലത്തെ കാഴ്ചകൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.